നമുക്ക് ഇനി പോകാനുള്ളത് സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ആ വാർത്തയിലേക്കാണ്. ആക്സസ് കൺട്രോൾ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീവനക്കാർ ഈ പഞ്ച് ചെയ്ത് മുങ്ങുന്ന അത് ഇനി നടക്കില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകും അല്ലെ? അപ്പൊ ഈ സംഘടനകളുടെ വലിയ എതിർപ്പുണ്ട്. ഈ എന്തായാലും സംഘടനകളുടെ എതിർപ്പ് മറികടന്ന് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് എന്തായിരിക്കും ഇനി അവരുടെ നീക്കം? രഞ്ജിത്ത്, അശ്വതി, സ്വാഭാവികമായും സംഘടനകൾ ഈ വിഷയത്തെ എതിർക്കുന്നുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിൽ നേരത്തെ മുതൽ തന്നെ പഞ്ചിങ് സംവിധാനം ഉണ്ടെങ്കിൽ പോലും ഈ ആക്സസ് കൺട്രോൾ സംവിധാനം കൂടി വരുന്നതോടുകൂടി പഞ്ച് ചെയ്ത് അവിടെ നിന്ന് മുങ്ങാൻ കഴിയില്ല. അതായത് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും കൃത്യമായി ഇത് നോട്ട് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് സംഘടനകൾ ഇതിനെ എതിർക്കുന്നത്. ഒരുപക്ഷെ രഞ്ജിത്ത് ചോദിച്ചതുപോലെ ഈ സാധാരണക്കാർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം അവരെത്തുമ്പോൾ എപ്പോഴും ഉദ്യോഗസ്ഥരെ കിട്ടും എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ടതും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ പഞ്ച് ചെയ്ത് പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും അതായത് അതിന്റെ ഒരു ടൈം അത് കൃത്യമായി നോട്ട് ചെയ്ത് അതിൽ സാലറിയിൽ അതായത് ഇത്തരത്തിൽ കുറെ അധികം നേരം പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സ്വാഭാവികമായും ഈ ആക്സസ് കൺട്രോൾ സംവിധാനം വഴി കണ്ടുപിടിക്കുകയും ശമ്പളത്തെ പോലും ബാധിക്കാനുള്ള ഒരു കാരണമായി ഇത് മാറുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സംഘടനകൾ എതിർക്കുന്നത്. പക്ഷേ സംഘടനകളെ മറികടന്നുകൊണ്ട്, അവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഈ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇനി വിവിധ സംഘടനകൾ ഇതിനെ നോക്കിക്കാണും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം വന്നെങ്കിൽ പോലും മറ്റ് സർക്കാർ ഓഫീസുകളിൽ ഈ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം വരുന്നത് വൈകുന്നു എന്നുള്ള വിമർശനം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിൽ കർശന നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ വേഗത്തിലാക്കാനുള്ള കർശന നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ജനുവരിയിൽ ഇത് നടക്കുമേ അല്ലെങ്കിൽ പൂർണ്ണതോതിൽ നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിലൊരു കാലതാമസം ഈ സ്പാർക്കുമായി ബന്ധപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് അതിലൊരു കാലതാമസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മാർച്ച് 31-നകം ഇത് പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും വലിയ രീതിയിൽ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി നേരിട്ട് ഇടപെട്ട് ഒരു കർശന നിർദ്ദേശം നൽകുന്നത്. കളക്ടറേറ്റുകളിലും വകുപ്പ് മേധാവികളുടെ ഓഫീസുകളിലും നേരത്തെ ജനുവരി 1-ന് മുൻപായി തന്നെ ഇത്തരത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും വലിയ തോതിൽ ഒരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നത്. ഇനിയും ഇത് വൈകിയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള കർശന നിലപാടാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.